പോളിനേഷ്യയിലെ വിദൂര അഗ്നിപർവ്വത ദ്വീപായ ഈസ്റ്റർ ദ്വീപിൻ്റെ നിഗൂഢതകളുടെ ലോകത്തേക്ക് സ്വാഗതം. ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഭാവനകളെ ആകർഷിക്കുന്ന അതിൻ്റെ ഇരുണ്ട രഹസ്യങ്ങളിലൂടെയും നിഗൂഢമായ ചരിത്രത്തിലൂടെയും നമുക്കൊരുമിച്ച് ഒരു യാത്ര പോകാം. ദ്വീപിൻ്റെ ഏറ്റവും പ്രതീകാത്മകമായ ചിഹ്നങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. മോവായ് പ്രതിമകൾ. റാപ്പാ ന്യൂയി ആളുകൾ കൊത്തിയെടുത്ത ഈ ഉയർന്ന രൂപങ്ങൾ നൂറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞരെയും ചരിത്രകാരന്മാരെയും അമ്പരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കൂറ്റൻ ശിലാരൂപങ്ങളുടെ നിർമ്മാണത്തിന് വളരെയധികം വിഭവങ്ങൾ ആവശ്യമായിരുന്നു. അത് ഒടുവിൽ വനനശീകരണത്തിലേക്കും മണ്ണൊലിപ്പിലേക്കും ഗോത്രങ്ങൾക്കിടയിൽ ആഭ്യന്തര യുദ്ധങ്ങളിലേക്കും നയിച്ചു. ഈ പ്രതിമകളെക്കുറിച്ച് ഒരു പ്രാദേശിക ഐതിഹ്യമുണ്ട്. പുരാതന കഥകൾ അനുസരിച്ച് അതിങ്ങനെയാണ്. ചലിക്കുന്ന പ്രതിമകൾ. ക്വാറികളിൽ നിന്ന് തീരപ്രദേശങ്ങളിലുള്ള അവരവരുടെ നിലവിലെ സ്ഥലങ്ങളിലേക്ക് മാറാൻ മോയ് ആത്മീയ ശക്തിയായ മനയെ ഉപയോഗിച്ച് ചലിക്കാറുണ്ടത്രേ. നമുക്കിനി ദ്വീപിന്റെ അത്ര അറിയപ്പെടാത്ത സമുദ്ര രഹസ്യങ്ങളിലേക്ക് കടക്കാം. ചുറ്റുമുള്ള ജലം അസാധാരണവും വിശദീകരിക്കപ്പെടാത്തതുമായ സമുദ്രപ്രവർത്തനങ്ങളുടെ ആവാസ കേന്ദ്രമാണെന്ന് പറയപ്പെടുന്നു. ജലത്തിന്റെ ഉപരിതലത്തിന് താഴെയുള്ള വിചിത്രമായ പ്രകാശത്തിന്റെ സാന്നിധ്യവും തിരിച്ചറിയപ്പെടാത്ത അതിശയമുളവാക്കുന്ന രൂപത്തിലുള്ള ജീവികളുടെ കാഴ്ചകളും ചില പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ രേഖപ്പെടുത്തുമ്പോൾ അത് ശാസ്ത്രീയ വർഗീകരണത്തെ തന്നെ ധിക്കരിക്കുന്ന സത്യങ്ങളായി മാറുന്നു. എന്നാൽ കരയും കടലും മാത്രമല്ല രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത്. ദ്വീപിന്റെ ചരിത്രം നരഭോജനത്തിന്റെ ഭീകരമായ കഥകളാൽ നിറഞ്ഞതാണ്. പട്ടിണിയുടെ കാലത്ത് ഭൂമിയുടെ അമിത ഉപയോഗം മൂലമുണ്ടായ പാരിസ്ഥിതിക ദുരന്തങ്ങളെ അതിജീവിക്കാനായി റാപ്പാ ന്യൂയി നരഭോജനം അവലംബിച്ചു. ഈ ഇരുണ്ട അധ്യായം ദ്വീപ് നിവാസികളുടെ പോരാട്ടത്തിനും പ്രതിരോധത്തിനും ഒരു തണുത്ത വീക്ഷണം നൽകുന്നു. ഇതിനെല്ലാം പുറമെ മോയിയുടെ നിഴലുകൾ ചന്ദ്രപ്രകാശത്തിന് കീഴിൽ വിചിത്രമായ രൂപങ്ങൾ വീഴ്ത്തിയിരുന്നു. ഈസ്റ്റർ ദ്വീപ് വലിയ ശിലാതലങ്ങളുള്ള ഒരു സ്ഥലത്തേക്കാൾ കൂടുതലാണ്. ഇത് നിഗൂഢതയുടെ ഒരു നാടാണ്. അതിൻ്റെ ഭൂതകാലത്താൽ വേട്ടയാടപ്പെട്ടതും രഹസ്യങ്ങളിൽ പൊതിഞ്ഞതുമാണ്. നടക്കുന്ന വിചിത്രമായ ഇതിഹാസങ്ങളാലും വിശദീകരിക്കാനാകാത്ത സമുദ്ര പ്രതിഭാസങ്ങളാലും ഈ ദ്വീപ് ലോകത്തിലെ തന്നെ നിഗൂഢമായ ഇടങ്ങളിൽ ഒന്നായി നിലകൊള്ളുന്നു. ഈ ദ്വീപിന്റെ ഇരുണ്ട കോണുകൾക്ക് പിന്നിലെ സത്യം വെളിപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാണോ? അതോ ഈസ്റ്റർ ദ്വീപിന്റെ രഹസ്യങ്ങൾ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നത് പോലെ തന്നെ നിലനിന്നു പോകുമോ? ലോകത്തെ ഏറ്റവും നിഗൂഢമായ ഇടങ്ങൾ തേടിയുള്ള എൻ്റെ യാത്രയിൽ എന്നോടൊപ്പം ചേരൂ. അതുവരെ അജ്ഞാതമായത് അന്വേഷിച്ചുകൊണ്ടേയിരിക്കൂ.